ഞാൻ ഈ പ്രതിഷേധം ജലപീരങ്കി പ്രയോഗിക്കുന്നു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. വീണ്ടും പ്രതിഷേധവുമായി എത്തുകയാണോ? ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നതായ ദൃശ്യങ്ങളിൽ കാണാം. സജിത്ത്, സാധാരണ ഏതെങ്കിലും ഒരു വശത്താണ് പ്രവർത്തകർ സംഘടിച്ചെത്തി ഇത്തരത്തിൽ ഈ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ റോഡിന് ഇരുവശത്തും സമാനമായ തരത്തിൽ പ്രതിഷേധക്കാർ ഈ രണ്ട് വശങ്ങളിലും ബാരിക്കേഡിന് മുകളിൽ കയറാൻ നടത്തിയ ശ്രമമാണ് പോലീസ് രണ്ട് ജലപീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്നത്. മറ്റ് പ്രകോപനത്തിലേക്കൊന്നും പോലീസിന്റെ നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ വരുണിൽ നിന്നുകൂടി പോലീസ് ഈ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് ചിതറിച്ച് മാറ്റാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പോലീസിന് അടുത്തേക്ക് എത്താനായി പ്രതിഷേധക്കാർ നടത്തുന്ന ശ്രമം ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് തുടർച്ചയായി ശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ ശ്രമം വിജയിച്ചില്ല എങ്കിൽ ടീയർ ഗ്യാസ് പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ ചിതറിക്കാനുള്ള ഒരു നീക്കമായിരിക്കും പോലീസ് നടത്തുകയെന്നാണ് വിവരം. കൊച്ചിയിലും വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. DMO ഓഫീസിലേക്കാണ് കൊച്ചിയിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എത്തുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധ പരിപാടികളാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. കൊച്ചിയിലും ശക്തമായ പ്രതിഷേധമാണ്. കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ